പീപ്പിൾ എക്സ്ക്ലൂസീവ് കരാറുകാരനുമൊത്ത് സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പിടിവീഴുന്നു. സെക്സ് ടൂറിസത്തിന് പേരുകേട്ട മക്കാവു ദ്വീപ് ഉൾപ്പെടെ 10-ലധികം വിദേശ രാജ്യങ്ങളാണ് കഴിഞ്ഞ 7 വർഷത്തിനിടെ നെയ്യാർ ഇറിഗേഷൻ പ്രോജക്റ്റിൽ എഇ PS വിനോദ് നടത്തിയത്. അതേസമയം PS വിനോദിനെതിരെ വകുപ്പ് തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ വാട്ടർ ഇറിഗേഷൻ പ്രോജക്റ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നോക്കുന്ന വിനോദിന്റെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. PS വിനോദ് കഴിഞ്ഞ 7 വർഷത്തിനിടെ സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ 10-ലധികം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. സെക്സ് ടൂറിസത്തിന് പേരുകേട്ട മക്കാവോ ദ്വീപിലും വിനോദ് ഉല്ലാസയാത്ര നടത്തി. ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന പരാതിയാണ് PS വിനോദിനെതിരെ ചീഫ് എഞ്ചിനീയർ ഹരിനാരായണന് ലഭിച്ചിരിക്കുന്നത്. കരാറുകാരനുമൊത്തായിരുന്നു വിദേശ രാജ്യങ്ങളിലെ യാത്ര എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. പരാതി കണക്കിലെടുത്ത PS വിനോദിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ചീഫ് എഞ്ചിനീയർ ഹരിനാരായണൻ പറഞ്ഞു. ഈ വിനോദ് സാറിന് എതിരായിട്ട് എന്തെങ്കിലും പരാതി സാറിന് കിട്ടിയിട്ടുണ്ടോ? പുള്ളിക്കെതിരായിട്ടൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടർൻസിന്റെ അടുത്ത് എൻക്വയറി ഓഫീസറാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ സാർ പരാതി എന്താ സാർ? പുള്ളി പെർമിഷൻ ഇല്ലാണ്ട് ഇന്ത്യക്ക് വെളിയിൽ പോയി എന്നൊക്കെയാണ് മെയിനായിട്ട്. പെർമിഷൻ ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു മേജർ അലിഗേഷൻ. പിന്നെ നാട്ടുകാരോട് മോശമായി പെരുമാറുന്നു അതൊക്കെ പറഞ്ഞ വേറെ ഉണ്ട്. ഈ സാമ്പത്തിക സ്രോതസ് വല്ലോ അങ്ങനെ എന്തെങ്കിലും? സാമ്പത്തിക സ്രോതസ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പുള്ളി പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ പുള്ളിയുടെ ലാൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കണം. പുള്ളി സ്റ്റേറ്റ്മെന്റ് തരുമല്ലോ. അതേസമയം അന്വേഷണം അട്ടിമറിക്കാൻ ജലസേചന വകുപ്പിലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നീക്കം നടക്കുന്നതായും ആക്ഷേപമുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.